പിന്നിട്ട് പോയ കാലങ്ങളെക്കുറിച്ച് അറിയാതെ അയവരയ്ക്ക് പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടേതായ നാട്ടിലെ മാതൃയുടെ കീഴിൽ കഴിഞ്ഞുകൂടി അവിടുത്തെ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ജീവിച്ചു. എന്നാൽ നാട് വിട്ട് അന്യദേശത്ത് വന്നപ്പോൾ, ഗൾഫ് കൺട്രി വന്നപ്പോൾ, ഈ നാട്ടിൽ നമ്മൾ നമ്മുടേതായ ദേവാലയം പണിതും ആ ദേവാലയത്തിൽ ചേർന്ന് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ അംഗമായി മാറി, ഒരു കുടുംബമായി മാറി. നമ്മുടെ സ്വന്തം നാട്ടിലുള്ള കുടുംബത്തിനെ വിട്ട് മറ്റൊരു കുടുംബ പശ്ചാത്തലം ഈ ഗൾഫ് പ്രദേശത്ത് നാം ഒരുക്കിയിട്ടുണ്ട് നിശ്ചയം. അത് ഞാനായാലും നിങ്ങളായാലും ഒരു ഫ്രണ്ട് സർക്കിൾ എന്നതിനപ്പുറം നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരു കുടുംബ ബന്ധം നമ്മളിൽ തന്നെ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ഞാനിത് പറയാൻ കാര്യം, എൻ്റെ ജീവിതത്തിലും ഞാൻ ഇന്ന് വരെ മനസ്സിലാക്കിയ എൻ്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 30-35 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത് വന്നു. ഇവിടെ വന്ന് ജീവിതം ആരംഭിച്ചപ്പോൾ നാടിൽ നിന്ന് വിട്ട് പറഞ്ഞിവിടെ വന്ന് താമസിച്ചപ്പോൾ വളരെ കാലം അതിൻ്റേതായ ഹോം സിക്നെസ് എന്നെ അലട്ടിയിരുന്നു. നാടിൻ്റെ അന്തരീക്ഷത്തിലുള്ള ആ സുന്ദരമായ ജീവിതം വിട്ട് ഇങ്ങോട്ട് വന്ന് വളരെ കാലം പ്രയാസഘട്ടത്തിലൂടെ കടന്നുപോയി. എന്നാൽ അന്നും ഈ ദേവാലയം സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ഭയങ്കര ഒരു ശക്തിയായിരുന്നു, ഒരു ആശാകേന്ദ്രമായിരുന്നു. ആ ശക്തി ഇന്നും എന്നെ വഴി നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കൃപ, അനുഗ്രഹം. അന്ന് ഈ പ്രദേശത്ത് വന്ന് ജീവിച്ചപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകൾ പോലും ഈ ദേവാലയത്തിൽ ആകെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഇതിൻ്റെ 10 മടങ്ങ്, അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു 50 ദേവാലയങ്ങളിൽ പങ്കുകൊള്ളേണ്ട ആളുകൾ ഈ ദേവാലയത്തിൽ നിന്നുണ്ട്. പക്ഷെ നമുക്ക് അന്നൊരച്ഛനേ ഉള്ളൂ, ഇന്ന് 2 അച്ഛനേ ഉള്ളൂ. സത്യത്തിൽ അതിലുമൊക്കെ വലിയൊരു സേവന പാത ഇന്നിവിടെ ഉണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുകയല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അന്ന് വന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന എൻ്റെ കൊച്ചമ്മയും അപ്പാപ്പനൊക്കെയായിരുന്നു എന്നെ കൊണ്ടുവന്നത്. എന്നാൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഗാർഡിയൻ്റെ സ്ഥാനത്ത് നിന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ജോസനങ്ങൾ നിങ്ങൾ ഏവർക്കും അറിയായിരിക്കും. ഞാനിപ്പോൾ ഈ താങ്ക്സ് ഗിവിൻ്റെ ഭാഗമായിട്ട് ഞാൻ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജോസനങ്ങളെയും കുടുംബത്തെയും അമ്മാമ്മയും ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സ്റ്റേജിലേക്ക് കടന്നു നിന്നാൽ ബഹുമാനപ്പെട്ട ജോസനങ്ങളും അതുപോലെ അമ്മാമ്മയും മുന്നിലേക്ക് കടന്നു വന്ന് ഈ സ്റ്റേജിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ വിവാഹം ഈ ദേവാലയത്തിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അന്ന് വിവാഹം നടന്ന സമയത്ത് വിവാഹത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവരിൽ രണ്ടിലായിരുന്നു അന്ന് നിക്ഷിപ്തമായിരുന്നത്. അപ്പോൾ അവരുടെ സാന്നിധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ക്സ് ഗിവിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനിയും വികാരങ്ങളുടെ ആവശ്യമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ ഇവിടെ വന്നു തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ നല്ല ഒരു കുടുംബ ബന്ധം, ഫ്രണ്ട് സർക്കിളല്ല, നല്ലൊരു കുടുംബ ബന്ധത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. ആ കുടുംബ ബന്ധത്തിൽ വളർന്നു വന്നവരെ ഇപ്പോൾ ഞാൻ ഓർക്കാതെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരു വിധത്തിലും എൻ്റെ മിഷൻ കംപ്ലീറ്റ് ആകത്തില്ല. വന്ന വർഷം മുതൽ ഞങ്ങൾ ഒരുമിച്ച് അതല്ലെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ യുവജനങ്ങളുടെ അന്നത്തെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് മിസ്റ്റർ PK ജേക്കബ്. ഞാൻ അദ്ദേഹത്തെയും ഭാര്യയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹവും ബഹുമാനപ്പെട്ട ജോസനങ്ങൾ
70 കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മിസ്റ്റർ പി കെ ജേക്കബ് എന്ത്